ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ പച്ചരി വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി പലഹാരമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം ഇതിൻ്റെ വെള്ളം വാരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർക്കാം. ഈ ഉഴുന്നുപരിപ്പിൻ്റെ കളറൊന്ന് മാറുന്നവരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ തന്നെ 2-3 പച്ചമുളകും ചേർക്കാം. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് കരിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇത് ഇത്രയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വഴണ്ടതിന് ശേഷം ഇതിലേക്ക് സവാളയാണ് ചേർക്കേണ്ടത്. ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർക്കാം. വഴറ്റിയെടുക്കണം. ഇതിന് കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുങ്കായപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇഷ്ടമല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാവുന്നതാണ്. വീണ്ടും എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മളിതിലേക്ക് തേങ്ങയാണ് ചേർക്കുന്നത്. ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്തിട്ട് ഒരു 1-2 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം കുറേ സമയം വഴറ്റേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിത് ഉടനെ തന്നെ മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ സമയം കൊണ്ട് അരിയും നന്നായിട്ട് വെള്ളം മുഴുവനും വാർന്ന് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ല. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കാമെന്ന് വെച്ചാൽ ഒരുപാടങ്ങ് ഫൈൻ പൗഡറായിട്ടല്ല, റവയുടെയൊക്കെ ഒരു പരുവത്തിൽ വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല തരി പോലെ പൊടിച്ചെടുക്കുക. റവയുടെയൊക്കെ ഒരു പരുവത്തിലാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത്രയാണ് നമ്മൾ പൊടിച്ചപ്പോൾ കിട്ടിയത്. ഇനിയിപ്പോൾ അതേ പാനിലേക്ക് തന്നെ നമ്മൾ ഈ പൊടിച്ചെടുത്ത പൊടിയിൽ നിന്നും 1.5 കപ്പ് പൊടി എടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. വറുക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടാക്കി വെച്ച പൊടി ഉടനെ ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ചേർക്കാം. ഇനി ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോർമൽ വെള്ളമാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈരും കൂടി ചേർക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. ഇതിന് കൂടെ വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാവ് നല്ല ലൂസാക്കി വേണം എടുക്കാനായിട്ട്. അപ്പോൾ 1/2 കപ്പ് മാവിലേക്ക് നമ്മൾ 2 കപ്പ് വെള്ളവും 1/2 കപ്പ് തൈരുമാണ് ചേർത്തിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈര് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാത്ത വിധം മിക്സ് ചെയ്തെടുക്കുക. 1/2 കപ്പ് തൈര് ചേർക്കുന്നില്ലെങ്കിൽ ഒരു 1/4 കപ്പ് തൈരെങ്കിലും ചേർക്കണം. തൈര് എന്തായാലും ചേർക്കണം. 1/2 കപ്പ് ചേർക്കുന്നില്ലെങ്കിൽ ഒരു 1/4 കപ്പ് ചേർത്താലും മതിയാവും. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവം കണ്ടില്ല, ഇതുപോലെ ഇരിക്കും. നല്ല ലൂസായിട്ട് വേണം മാവ് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. കാരണം തരിയായ കാരണം അടിയിലിങ്ങനെ തങ്ങി നിൽക്കും. അപ്പോൾ നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് എടുക്കാം. ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം നമ്മൾ ഈ മാവ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരുപാടങ്ങ് കട്ടിയിൽ ഉണ്ടാക്കരുത്. കുറച്ചൊരു കനം കുറച്ച് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ പ്ലേറ്റിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പരന്ന പ്ലേറ്റ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു പ്ലേറ്റിൽ നമുക്ക് 4 ഇഞ്ച് കട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ മാവ് നിറച്ചതിന് ശേഷം നമുക്ക് ആവിയിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നേരത്തെ സ്റ്റീമർ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വാഴയിലയും കൂടി വെക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, ഇപ്പോൾ ഉള്ള കാരണം വെച്ചെന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെടുക്കാം. അപ്പോൾ നല്ലപോലെ തന്നെ കുക്കാക്കിയിട്ടുണ്ട്. ഒരു 10 മുതൽ 15 മിനിറ്റ് മതി റെഡി ആവാനായിട്ട്. കുറേ സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിൽ നിന്നും എടുക്കാവുന്നതാണ്. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് കുത്തി കൊടുക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷം എടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ ഒട്ടി പിടിച്ചിരിക്കും. തണുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ആദ്യം ഈ സൈഡ്സൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ കത്തി അടിഭാഗത്തോട്ട് നമ്മൾ വെച്ചാൽ തന്നെ ഇതിങ്ങനെ വിട്ട് വരും. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് തന്നെ വിട്ട് വരും. പൊട്ടി പോകുന്നില്ല.
അപ്പോൾ ഇനി നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് ഒരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അതിന് ശേഷം എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വിട്ടിട്ടും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. കണ്ടില്ല, നല്ലപോലെ തന്നെ വിട്ട് വന്നിട്ടുണ്ട്. പ്ലേറ്റിലും അതുപോലെ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ടും ഇതേ പ്ലേറ്റിൽ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റാണിത്. നമ്മൾ എത്ര സമയം കഴിഞ്ഞ് കഴിച്ചാലും ഇതേ സോഫ്റ്റ്നെസ് ആയിരിക്കും. ഇനി നമുക്കിത് നമ്മളിഷ്ടമുള്ള ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോന്നും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റുമാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ്. ഇതിന് പ്രത്യേകിച്ച് കറിയോ ചട്നിയുടെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.